ബിഗ് ബോസ് മലയാളം സീസൺ 7 നല്ല കിടു ഒരു സംഭവം ഉണ്ടായിരുന്നു. നമ്മുടെ ജിസൈലിനെയും ആര്യനെയും എല്ലാരും കൂടെ എടുത്തിട്ട് അലക്കി കൊടുത്തു. അതും ആരാണെന്നറിയോ എടുത്തു കൊടുത്തത്? ബിന്നി, റന, അനീഷ്. അനീഷ് നമുക്കൊന്ന് മാറ്റി നിർത്താം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിന്നി റനയും ജിസൈലിന്റെ കൂടെ നടന്ന് ജിസൈലിനെ ഫുൾ സപ്പോർട്ട് ചെയ്ത് ജിസൈലിന്റെ ഒരു തോഴികളായിട്ട് നടന്ന് ജിസൈലിന് ഒരു രാജ്ഞിയുടെ പട്ടം നൽകി കൊണ്ട് നടന്ന ടീംസുകാരാണ്. ഒടുവിലെങ്കിലും അവർക്ക് സത്യസന്ധമായ കാര്യങ്ങൾ ഇന്നെങ്കിലും ചോദിക്കാൻ ഒരു ഗട്ട്സ് ഉണ്ടായി എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഒരുപക്ഷെ ഡേ 1 മുതൽ നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ജിസൈലിന്റെ ഒരു മേധാവിത്വം, അല്ലെങ്കിൽ ഒരു ഒരു രാജ്ഞി, അല്ലെങ്കിൽ ഒരു ബോസി ടൈപ്പ് ആറ്റിറ്റ്യൂഡ്. അതായത് ജിസൈലിന് ഇപ്പൊ ക്യാപ്റ്റൻ ആണെങ്കിലും ശരി, അല്ലെങ്കിലും ശരി, കിച്ചൺ ടീം ആണെങ്കിലും ശരി, അല്ലെങ്കിലും ശരി, പുള്ളിക്കാരിക്ക് ഏത് സമയവും കിച്ചണിൽ കയറി എന്ത് ഭക്ഷണം ഉണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാം ഉണ്ടായിരുന്നു. ഇന്ന് പക്ഷെ അത് ബിന്നി ഇല്ലാണ്ടാക്കി. തുടക്കം കുറിച്ചത് ബിന്നിയാണ്. ആക്ച്വലി ജിസയിൽ അവിടെ നിന്ന് ആലു പൊറോട്ട മറ്റോ ഉണ്ടാക്കുമായിരുന്നു. അതായത് ജിഷിനും ആര്യനും ഒക്കെ പുള്ളിക്കാരുടെ കുറച്ച് ഫേവറേറ്റ്സ് ആൾക്കാരുണ്ടായിരിക്കുമല്ലോ, ഇവരൊക്കെ എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ബിന്നി പറഞ്ഞ് ഇത് നടക്കത്തില്ല, ഈ പരിപാടി ഇവിടെ നടക്കത്തില്ല എന്നും പറഞ്ഞ് വന്ന് ഗ്യാസ് ഓഫ് ചെയ്ത് സ്ട്രിക്റ്റ് ആയിട്ട് നിന്ന് അത് ഏറ്റെടുത്ത് റെനയും നമ്മുടെ ബിന്നിക്ക് സപ്പോർട്ടായിട്ട് വന്ന്. പക്ഷേ ജിഷിനും നമ്മുടെ പ്രവീണും എല്ലാം ജിസയിലായിരുന്നു സപ്പോർട്ട്. അവരുടെ അനുമതിയോട് കൂടിയാണ് ചെയ്തതെന്നും പറഞ്ഞിട്ട് എന്തായാലും ജിസയിൽ ഭയങ്കര ദേഷ്യം വന്നു. കാരണം ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല, ബിന്നിയിൽ നിന്ന് അങ്ങനെ ഒരു റിയാക്ഷനും എക്സ്പെക്ട് ചെയ്തില്ല. അതിന് സപ്പോർട്ട് ചെയ്ത് റെനയും കൂടി വന്നപ്പോൾ പുള്ളിക്കാരി അങ്ങ് പെട്ടുപോയി. ഭയങ്കര ദേഷ്യം വന്നു, ഭയങ്കരമായിട്ട് വയലന്റ് ആവുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇത്രയും ഒരു ഉള്ളിൽ നിന്നൊക്കെ ഒരു ദേഷ്യം അതൊക്കെ ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്ത് വരുന്ന ജിസൈലിനെ ആദ്യമായിട്ടായിരിക്കും നമ്മൾ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഇടയിൽ വേറൊരു പണി നടന്നു. നമ്മുടെ ആര്യനായിട്ട് അനീഷ്, നല്ല അനീഷിനെ ഇത്രയും ദേഷ്യത്തിൽ ഞാൻ കാണുന്നത് ഇന്നാണ്. സത്യമായിട്ടും അത്രയ്ക്ക് ദേഷ്യമായിരുന്നു അനീഷിന്. സംഭവം ആര്യൻ ഫുഡ് കഴിച്ചിട്ട് പാത്രം കൊണ്ടുവന്ന് വാഷ് ബേസിലെല്ലാം കണ്ട് മറ്റോ ഇട്ട് സംഭവം അനീഷ് അത് കൈയോടുകൂടി പിടിച്ചു. ഉടനെ ആര്യം എന്ന് പറഞ്ഞു ഇത് എന്റെ അല്ല, ഇത് എന്റെ പാത്രമല്ല. അനീഷ് ഇത് സ്ട്രിക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ 100% അറിയായിരുന്നു ഇത് നമ്മുടെ ആര്യന്റെ തന്നെയാണെന്ന്. സോ ആര്യനെ വിടാണ്ട് പിടിക്കാന്നൊക്കെ പറയത്തില്ലേ, പിടിച്ച പിടിയാലെ ഒന്ന് നിർത്തി അവിടെ കഴിപ്പിച്ചു. നീ ഇത് ആദ്യം പുള്ളിക്കാരൻ ഒപ്പോസ് ചെയ്തു, ആക്സെപ്റ്റ് ചെയ്തൊന്നുമില്ല. പക്ഷേ അനീഷ് ഇങ്ങനെ ഉറച്ചിട്ടൊന്നും. പിന്നെ അനീഷിന്റെ ആ ഒരു റിപ്പീറ്റേറ്റീവ് ഡയലോഗ്സ് ഉണ്ടല്ലോ, ഇത് നിന്റെ തന്നെയാണ്, ഇത് കഴിവേ പറ്റൂ, മറ്റതാണോ മറിച്ചാണെന്നുള്ള ആ റിപ്പീറ്റേറ്റീവ് ഡയലോഗും കൂടെ ആയപ്പോഴത്തേക്ക് നിന്ന് കത്തി. അവസാനം ആരും കഴി വെച്ചിട്ടാ പോയത്. ആദ്യമൊക്കെ ഇല്ല, ക്യാമറ പോയി ചെക്കി, ക്യാമറ പോയി ചെക്കി, ഇവിടെ ക്യാമറ ഉണ്ടല്ലോ. അപ്പൊ അനീഷും പറയുന്നു ആ ഇവിടെ ക്യാമറ ഉണ്ട്, ഇവിടെ ക്യാമറ ഉണ്ട്, എന്ത് കഴിവണമെന്നും പറഞ്ഞിട്ട് അങ്ങനെ അവസാനം നമ്മുടെ ആര്യൻ അതോടെ വെച്ച് കഴിവിച്ചിട്ടാണ് പോയത്. അത് കഴിഞ്ഞതിന് ശേഷം ജിസൈലിന്റെയും ആര്യന്റെയും മേധാവിത്വത്തിനെതിരെ അനീഷും ഉറക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇതിവിടെ നടക്കത്തില്ല, എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഒരു പങ്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് അനീഷും സംസാരിക്കുന്നുണ്ടായിരുന്നു. അതെന്തായാലും ഒടുവിലെങ്കിലും ഇനിയും അവിടെ ഇച്ചിരി എങ്കിലും ബുദ്ധി വരണേന്ന് എനിക്ക് പ്രാർത്ഥന ഉള്ളത് അക്ബറിനോട് മാത്രമാണ്. അക്ബറിന് ഇപ്പോഴും ജിസൈലിന്റെ ഒരു ഇതിൽ നിന്ന് ഒരു മോക്ഷവും കിട്ടാതെ നടക്കുകയാണ്. അക്ബർ ഇപ്പോഴും പുള്ളിക്കാരെ പ്രൈസ് ചെയ്ത് മാത്രമാണ് നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അക്ബർ ഇന്നത്തെ ടാസ്ക് ആക്ച്വലി അക്ബർ നന്നായിട്ട് കളിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ അക്ബർ ആ പ്രോപ്പർട്ടി വലിച്ചെറിയുക, അക്ബർ ആ ടാസ്ക് കളിക്കേണ്ട രീതി ആക്ച്വലി രാവിലെ അത് എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. അഭിലാഷ് അക്ബറിനോട് കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ 50 ചെരുപ്പുകൾ നിർമ്മിക്കുക, ഇത്ര സമയത്തിനുള്ളിൽ നിർമ്മിക്കുന്നത് നമ്മുടെ നൂറയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതിനുള്ളിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പുള്ളിക്കാരിക്ക് എന്തോ പണിഷ്മെന്റ് ബിഗ് ബോസ് കൊടുക്കും എന്നുള്ളത് അഭിലാഷിന് കത്തിയിട്ടുണ്ടായിരുന്നു. ഇത് അഭിലാഷ് അക്ബറുമായിട്ട് ഓൾറെഡി ഷെയർ ചെയ്തതാണ്. അങ്ങനെ അവർ ആ ടാസ്ക് സമയം കുറച്ചു കൊണ്ടുവന്നിട്ട് ചെയ്യാണ്ടിരുന്ന് ആ ടാസ്ക് മുടക്കി നമ്മൾ നൂറയ്ക്ക് പണി കൊടുക്കാനായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ അത് അഭിലാഷാണ് ആ ബ്രില്യൻ്റ് ആയിട്ടുള്ള പോയിന്റ് കണ്ടുപിടിച്ചത്. പക്ഷേ അക്ബർ വന്നിട്ട് അത് ചെയ്യാനുള്ളതിന് പകരം അതെല്ലാം പ്രോപ്പർട്ടി എല്ലാം വലിച്ച് എടുത്തെറിയുക, ഫിസിക്കലി അറ്റാക്ക് ചെയ്യുക, ജിഷിനെയും നൂറയും ഫിസിക്കലി അറ്റാക്ക് ചെയ്യുക, അത്തരത്തിലേക്കായിരുന്നു പോയത്. പക്ഷേ വേറെ രീതിയിൽ ബിഗ് ബോസ് അവസാനം നല്ല രീതിയിൽ ഇടപെട്ട് അക്ബറിനെ ഒന്ന് ഇതാക്കിയതിനു ശേഷമാണ് അക്ബർ ഒന്ന് ശാന്തമായത്. അതിനുശേഷം പിന്നീട് നന്നായിട്ട് കളിച്ചു. സംഭവം ഇവർ ആകെ ചെയ്യേണ്ടിയിരുന്നത് ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട് ടാസ്കിന്റെ ഷെഡ്യൂൾ ടൈം കുറച്ചു കൊണ്ടു കൊടുക്കുക, 50 ചെരുപ്പ് ഉണ്ടാക്കാനാവാത്ത രീതിയിലേക്ക് പോവുക. ആ രീതിയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ അക്ബർ ചെയ്തത് റോങ് ആയിപ്പോയി. എന്തായാലും 25 ചെരുപ്പുകളാണ് ചെയ്തത്. ഏറ്റവും കൂടുതൽ നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ബിന്നിയും ആദിലയും അതോടൊപ്പം തന്നെ ജിഷ്ണു ആയിരുന്നു.
അവർക്ക് 3 ഗോൾഡ് കോയിൻ വെച്ച് കിട്ടുകയും ചെയ്തു. പക്ഷെ അക്ബറിനും നമ്മുടെ അഭിലാഷിനും അഭിലാഷിന് 2 ബ്ലാക്ക് കോയിനും അക്ബറിന് 1 ബ്ലാക്ക് കോയിനും കിട്ടി. ഇതായിരുന്നു ഇന്നത്തെ ടാസ്കിൽ നടന്നത്. നാളത്തെ ടാസ്കിൽ 50 ചെരുപ്പുകൾ ഉണ്ടാക്കാൻ പറ്റി കഴിഞ്ഞാൽ നമ്മുടെ നൂറ സേഫ് ആകും, അല്ലെങ്കിൽ നൂറയ്ക്ക് പണി കിട്ടും, നൂറയുടെ പവർ നഷ്ടപ്പെടാനുള്ള ചാൻസും ഉണ്ട്. ഇതൊക്കെയാണ് ഇന്ന് സംഭവബഹുലമായി ഇന്ന് നടന്നത്. എന്തായാലും നാളത്തെ എപ്പിസോഡ് എന്തായിരിക്കും നമുക്ക് കാത്തിരുന്ന് കാണാം. ടിൽ ദെൻ ബൈ.